ഒട്ടിക്കുകയും കക്കുകയും വെള്ളമടിക്കുകയും ചെയ്തവർ മാത്രം മതി പാർട്ടി മതിയല്ലോ. അങ്ങനെയുള്ള സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കും ഈ പറഞ്ഞത്. ആരാന്ന് എനിക്കറിയത്തില്ല, ആരായാലും. ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ഒരു പ്രധാന വിമർശനം ജി സുധാകരനെ 2 വർഷം മുമ്പേ പാർട്ടിക്ക് പുറത്താക്കേണ്ടതായിരുന്നു. ജി സുധാകരൻ പാർട്ടിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയപ്പോഴും നേതൃത്വം മിണ്ടാതിരുന്നു. അതൊക്കെയാണ് ജി സുധാകരന് വലിയ തുണയായത് എന്നുള്ളതായിരുന്നു. സാറിന്റെ പാർട്ടിയെ തിരുത്താനുള്ള ശ്രമങ്ങളെ അവർ നേരത്തെ തന്നെ പുറത്തു കളയേണ്ടത് എന്ന രീതിയിലാണ് വിലയിരുത്തുന്നത്. ആരാ അങ്ങനെ പറഞ്ഞു? സെക്രട്ടേറിയറ്റിൽ ആരാ പറഞ്ഞു? ഒന്നിലധികം അംഗങ്ങൾ അല്ല, ഒന്നിലധികം അംഗങ്ങളൊന്നും പത്രത്തിൽ ഒരാൾ പറഞ്ഞത്. ആരാ പറഞ്ഞത്? ഞാൻ പത്രം വായിച്ചു. ആരാ പറഞ്ഞത്? പറഞ്ഞാളുടെ പേര് പറഞ്ഞാലേ അതിന് പറ്റിയ കാര്യം പറയാൻ പറ്റും. സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചതായി ഞാൻ പത്രങ്ങളിൽ വായിച്ചത് ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോയതിന് കാരണം ഇതിനകത്തുള്ള ചില ആൾക്കാരാണ്. രണ്ടാമത് അദ്ദേഹം പോകാതെ കൂടെ നിർത്തണമായിരുന്നു. ഇത്രയധികം സീറ്റ് നഷ്ടപ്പെട്ടത് അദ്ദേഹം പോയതുകൊണ്ടാണ്. ആ കൂട്ടത്തിൽ ആരോ ഒരാൾ പറഞ്ഞു നേരത്തെ കളയേണ്ടതായിരുന്നു. അത് ശരിയാണ്. ഞങ്ങൾ പാർട്ടി പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. കളയേണ്ടതല്ല, പാർട്ടി പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. മൂട്ടിക്കുകയും കക്കുകയും വെള്ളമടിക്കുകയും ചെയ്തവർ മാത്രം മതി പാർട്ടി മതിയല്ലോ. അങ്ങനെയുള്ള സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കും ഈ പറഞ്ഞത്. ആരാന്ന് എനിക്കറിയത്തില്ല, ആരായാലും. ഒരാളെ മുൻകാല പ്രാബല്യത്തോടെ പുറത്താക്കാൻ പറ്റുമോ? മുൻകാല പ്രാബല്യത്തോടെ ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? വല്ല വിവരമുണ്ടോ? ഒരു തെറ്റ് ചെയ്താലല്ലേ പുറത്താക്കാൻ പറ്റും. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും പാർട്ടി കോൺഗ്രസും സ്റ്റേറ്റ് സമ്മേളനവും മറ്റു റെസൊല്യൂഷനും പറയുന്ന തെറ്റുകൾ പാർട്ടിക്കകത്ത് കാണിക്കുന്ന ധാരാളം പേരുണ്ടെന്നാണ് അതിനകത്തൊക്കെ പറയുന്നത്. അതിനെതിരെ പാർട്ടി ഫൈറ്റ് ചെയ്യുകയും അത്തരക്കാരെ തിരുത്തുകയും വേണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പാർട്ടിക്കെതിരാണെന്ന് പറയുന്നവർ പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നവരാണ്. പാർട്ടി എന്താണെന്ന് അവർക്കറിയില്ല. അതൊന്നും ഇത്രയും പേര് കൂടിയിട്ടൊന്നും അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ. ഒരാളോട് പറഞ്ഞാൽ മറ്റുള്ളവരൊന്നും അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ ജി സുധാകരൻ, നാസർ, പിന്നെ ആരാ, ഇങ്ങനെ 4-5 പേരുടെ പേരാണ് അയച്ചത്. അതൊക്കെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ സീറ്റൊക്കെ ജയിക്കുമായിരുന്നു എന്ന് മനോരമയിൽ അങ്ങനെ കണ്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ആൾക്കാർ. താമസിച്ചാണെങ്കിലും അവർക്കത് ബോധ്യപ്പെട്ടത് മതി. താമസിച്ചായാലും ബോധ്യപ്പെട്ടല്ലോ. എൻ്റെ അച്ഛന് ഒരു എൽസി മെമ്പറെ കൊണ്ട് വിളിപ്പിച്ചാൽ ഞാൻ വല്ല പാർട്ടി നിൽക്കുമെന്ന് ഒറ്റ ക്വസ്റ്റ്യൻ മറുപടി പത്രക്കാർ മറുപടി. ലോക്കൽ ഗവൺമെൻറ് മെമ്പറല്ലേ വിളിച്ച പരിപാടി കള്ളർ ഷാപ്പിൽ ഇരുന്നല്ലേ അവൻ ഫേസ്ബുക്കിൽ ആ കുറിപ്പിട്ടത്? കള്ളർ ഷാപ്പിൽ ഇരുന്നല്ലേ, അവിടെ എൽ സി സെക്രട്ടറി ഇരുന്നിട്ടല്ലേ ഇട്ടത്? അപ്പോൾ സ്വന്തം അച്ഛനെ ബഹുമാനമുള്ളവരാരും പിന്നെ നിൽക്കത്തില്ല. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ജി സുധാകരൻ പറഞ്ഞു വെച്ച കുറേ കാര്യം അത് പൊതുസമൂഹത്തിന് കൂടി മനസ്സിലാകുന്ന രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് പാർട്ടിയുടെ നിലവിലെ നേതാക്കന്മാർക്ക് സാധാരണക്കാരെ കണ്ടാൽ ചിരിക്കാൻ പോലും മടിയാണ് എന്നുള്ള രീതിയിലുള്ള അതുകൊണ്ട് ചിരിക്കാന്നൊക്കെ പറയാൻ ചെണ്ട് ചിരിക്കത്തില്ല. അതുകൊണ്ട് നല്ലവരല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ചിരിച്ചിട്ട് അവിടെയൊക്കെ ഇരുന്നവരെ സൂക്ഷിക്കാൻ വേണം. രാഷ്ട്രീയക്കാരെ പ്രത്യേകിച്ച് ആത്മാർത്ഥത കുറവായിരിക്കും. അതല്ല എന്താ പോക്കറ്റ് അടിക്കുന്നത്? അപ്പോൾ ചുമ്മാ പറഞ്ഞു. അപ്പോൾ അതാണ്, ഇതൊന്നും നന്നാവുന്ന ലക്ഷണമല്ല. നന്നാവണമെങ്കിൽ സാധാരണ കഷായം കൊണ്ട് നന്നാവില്ല. അതെങ്ങനെ നന്നാക്കണമെന്ന് പറയേണ്ട കാര്യം ഇനി എനിക്കില്ല. എനിക്ക് ചെയ്യാവുന്ന സേവനമെല്ലാം 63 വർഷം ചെയ്തു. അങ്ങനെ അവിടെ സേവനം നടത്താൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. 4 നൂറ്റാണ്ട് മുമ്പ് മരിച്ചുപോയ എൻ്റെ അച്ഛനെ വരെ ചീത്ത വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഭുവനേശ്വരൻ്റെ ആൾക്കാർ. ഭുവനേശ്വരൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ. മനസ്സിലായോ? ഇതൊന്നും നിങ്ങൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ അത് കണ്ടുപിടിച്ച് എഴുതിയോ? ഇല്ലല്ലോ. ചാരുമുണ്ടെന്നുള്ളത് എഴുതിയില്ലല്ലോ.